അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട്, വിവാദവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രധാന അധ്യാപിക നടത്തിയ ഒരു വാർത്താ സമ്മേളനം കാണാനിടയായി. അതാണ് ഈ പ്രതികരണത്തിൻ്റെ പിന്നാമ്പുറങ്ങളുടെ നിധാനം. പ്രിയപ്പെട്ട ടീച്ചറെ, നിങ്ങൾ ഭാരതത്തിൻ്റെ സംസ്കാരം പഠിപ്പിക്കും എൻ്റെ മക്കളെ എന്ന് നിങ്ങൾ പറയുകയുണ്ടായി. ഭാരതത്തിൻ്റെ സംസ്കാരം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇവിടുത്തെ ഹൈന്ദവനും ക്രൈസ്തവനും മുസ്ലിമും മതമുള്ളവനും മതമില്ലാത്തവനും സിഖുകാരനും ജൈനനും എല്ലാം ഒത്തൊരുമിച്ച് തോളോട് തോളൊരുമി നിന്ന് ഈ രാജ്യത്തെ പടുത്തുയർത്തിയ വലിയൊരു സംസ്കാരമുണ്ട്. ഞാൻ വസിക്കുന്ന സ്ഥലത്ത് എൻ്റെ വിശ്വാസത്തിൽ നിന്ന് മാറി മറ്റു പല വിശ്വാസങ്ങളും പുലർത്തുന്ന പല കൂട്ടുകാരും ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്, ഈ ഭാരതത്തിലുണ്ട് എന്നൊരു ബോധ്യം നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകണം. നിങ്ങൾ ഭാരതത്തിൻ്റെ ചരിത്രം പഠിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചറെ, ഒരു 10 വർഷം മുമ്പുള്ള ചരിത്രം ഒരു ദിവസം പോലും ഇടതടവില്ലാതെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഈ അടുത്ത സമയത്ത് കേരളത്തിൽ നിന്നുള്ള സന്യാസവേഷം ധരിച്ച നിങ്ങളുടെ സഹോദരിമാരെ പോലീസ് സ്റ്റേഷനിലും റെയിൽവേ സ്റ്റേഷനിലും വെച്ച് ആക്രമിക്കപ്പെട്ട വാർത്ത നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. മണിപ്പൂരിൻ്റെ തെരുവോരങ്ങളിൽ പാവപ്പെട്ട ക്രൈസ്തവരെ പച്ചയ്ക്ക് കത്തിക്കുന്ന ചരിത്രം നിങ്ങളുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഈ ശിരോവസ്ത്രം കാണുമ്പോൾ അതിന് ഹാലിളകുന്ന ആളുകൾ ആരാണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ വാർത്താ സമ്മേളനത്തിന് ഒരു ചരിവുണ്ട്. ആ ചരിവ് അവരിലേക്ക് തന്നെയാണെന്നാണ് അത് കേൾക്കുന്ന എല്ലാവർക്കും, ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും, ചോറ് കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങളുടെ ഒരു പ്രത്യേക ആക്ഷനും വിവിധ രൂപങ്ങളിലൂടെ ഉള്ള നിങ്ങളുടെ പ്രതികരണങ്ങളും പ്രകടനങ്ങളും കാണുമ്പോൾ നിങ്ങൾ ആരെയൊക്കെയോ കളിയാക്കുകയും വേറെ ആരൊക്കെയോ വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന അവരുടെ ഭാഷയാണ് നിങ്ങൾ കടമെടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ട ടീച്ചറെ, ഞങ്ങൾക്കുമുണ്ടായിരുന്നു നല്ല നല്ല അധ്യാപികമാരും അധ്യാപകന്മാരും. മുത്തല്ലിമായി മാറി തലയെക്കെട്ടും കെട്ടി വെള്ള വസ്ത്രവും ധരിച്ച്, അഥവാ നിങ്ങളുടെ ഭാഷയിൽ സഭാവസ്ത്രവും ധരിച്ച്, ഞങ്ങൾ വെള്ളവസ്ത്രവും ധരിച്ച് കമീസും ഇട്ട് സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള വഴിയിലൂടെ പോയപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച സാറന്മാർ ജനലിൻ്റെ അടുക്കൽ വന്നെന്ന് ചോദിച്ചു, മോനിപ്പോൾ എവിടെയാണ്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങളെ ദറസിലാക്കി പള്ളിയിലാക്കി പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഇത് കേട്ടപ്പോൾ ആ വേഷത്തോടുള്ള ബഹുമാനം കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ തൊഴുതു നിന്ന ടീച്ചർമാരെയാണ് ഞങ്ങൾക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഞങ്ങളിരുന്ന് പഠിച്ച ക്ലാസ്സിൽ ഞങ്ങളോടൊപ്പം രതീഷും ബൈജുവും ജോണും അലക്സും അലൻ ബെൻസിഗറും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ കൂട്ടുകാരാണ്. പെരുന്നാൾ വരുമ്പോൾ പലഹാരങ്ങൾ കൈമാറി, ആഘോഷങ്ങൾ വരുമ്പോൾ സന്തോഷങ്ങൾ കൈമാറിയ ആ സൗഹൃദം